ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6-ൻ്റെ ബേസിക് സയൻസിൻ്റെ ഈ 2024-25 ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാംസിന് ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ ആൻസേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ഓർഗാനിസംസ് ഇൻ ദ ഗിവൺ പിക്ചർ. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സിലെ ഓർഗാനിസംസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പേര് എഴുതാന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസേഴ്സ് എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? പാരാമീസിയം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യുഗ്ലീന ആണ്. സോ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ടു ഒബ്സർവ് ദീസ് ഓർഗാനിസംസ്. അതായത് ഈ ഓർഗാനിസംസ് ഇതെന്ത് ഓർഗാനിസംസ് ആണ്? മൈക്രോ ഓർഗാനിസംസ്. അപ്പം മൈക്രോ ഓർഗാനിസംസിനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ സ്റ്റെപ്പ് എഴുതുക എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ സ്റ്റെപ്സ് നോക്കിയാലോ. എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എയിം ടു ഒബ്സർവ് ദ മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിനെ കാണുക എന്നുള്ളതാണ് എയിം. മെറ്റീരിയൽസ് റിക്വയർഡ് മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹെയ് സോക്ഡ് വാട്ടർ. അതിന് വേണ്ട ആവശ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് നോക്കാം. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹെയ് സോക്ഡ് വാട്ടർ ഓൺ എ സ്ലൈഡ്, പ്ലേസ് ദ കവർ ഗ്ലാസ് ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. എന്ത് ചെയ്യണം? ഒരു ഹെയ് സോക്ഡ് വാട്ടർ ഒരു ഡ്രോപ്പ് ഒരു സ്ലൈഡിൽ എടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കവർ ഗ്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? അത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഒബ്സർവേഷൻ എന്താണ്? ടൈനി മൂവിങ് ഓർഗാനിസംസ് ആർ ഫൗണ്ട്. എന്ത് ചെയ്തു? വളരെ ചെറുതായിട്ടുള്ള ചലിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട് പറ്റി. അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ടൈനി മൂവിങ് ഓർഗാനിസംസ് ആർ മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ ആ സ്ലൈഡിൽ മൈക്രോസ്കോപ്പ് വഴി കണ്ട ടൈനി മൂവിങ് ഓർഗാനിസംസ് ആണ് എന്ത്? മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ കാണാനുള്ള അതിൻ്റെ സ്റ്റെപ്പ്, ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സ്റ്റെപ്സും പ്രൊസീജിയറും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയും കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും. So then next one, C question. Some statements related to cells are given below. Write them in the correct column and complete the table. ഇത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ്, സെൽ വാൾ ഈസ് നോട്ട് പ്രസൻറ്റ്, സ്മോൾ വാക്യൂൾ ഈസ് സീൻ, ഫോർത്ത് വൺ ബിഗ് വാക്യൂൾ ഈസ് സീൻ. അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത, അതായത് പ്ലാന്റ് സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തത് എന്ത്, ആനിമൽ സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏത് എന്നുള്ള രീതിയിൽ ടേബിൾ ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിന് ആൻസർ നോക്കാം. ടേബിളിൻ്റെ ഹെഡിങ്ങുകൾ എന്തൊക്കെയാണ് വരിക? ഒന്ന് പ്ലാന്റ് സെല്ലും ഒന്ന് ആനിമൽ സെല്ലാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ആൻഡ് ബിഗ് വാക്യൂൾ ഈസ് സീൻ. ആനിമൽ സെല്ലിൽ വരിക സെൽ വാൾ ഈസ് നോട്ട് പ്രസൻറ്റ്, സ്മോൾ വാക്യൂൾ ഈസ് സീൻ. ഇതാണ് ആനിമൽ സെല്ലും ആയിട്ടും പ്ലാന്റ് സെല്ലുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരിക. സോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 2, നെയിം ദ പാർട്സ് മാർക്ക്ഡ് 1, 2, 3 and 4 ഇൻ ദ പിക്ചർ. അതായത് ആ പിക്ചറിൽ കാണിച്ചിട്ടുള്ള 1, 2, 3, 4 ആയിട്ടുള്ള പാർട്സിൻ്റെ പേര് എഴുതുക എന്നുള്ളതാണ് സെക്കൻഡ് ആക്ടിവിറ്റി. അതേതാണ്? ഫസ്റ്റത്തത് വരുന്നത് സ്റ്റിഗ്മയാണ്, സെക്കൻഡ് വൺ സ്റ്റൈൽ, തേർഡ് വൺ ഓവറി ആൻഡ് ഫോർത്ത് വൺ ഒവ്യൂൾ. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഒവ്യൂൾ, ഈ പാർട്സാണ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ ഫോളോയിങ് പാർട്സ് ഓഫ് എ ഫ്ലവർ വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്രൂട്ട്. അതായത് ഒരു ഫ്ലവർ ഒരു ഫ്രൂട്ടായി മാറുന്ന സമയത്ത് ഈ താഴെ പറയുന്ന ഭാഗങ്ങൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പെഡിസിൽ ബിക്കം മോർ ഹാർഡ്. പെഡിസിൽ കുറച്ചും കൂടി ഹാർഡായി മാറും. കൊറോള വിതേഴ്സ്. കൊറോള എന്തായി മാറും? അത് വിതേഴ്സ് ചെയ്യും. വിതേഴ്സ് ചെയ്തിട്ട് ഫാൾ ഓഫ് ചെയ്യും. സോ ദെൻ ഒവ്യൂൾ ഡെവലപ്സ് ടു സീഡ്. ഒവ്യൂൾ എന്തായി മാറും? സീഡായി മാറും. ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. ഓവറി ഫ്രൂട്ടായിട്ട് മാറും. സോ ദെൻ ലാസ്റ്റ് സി ക്വസ്റ്റ്യൻ. ഇൻ സം പ്ലാന്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സീൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ഫ്ലവേഴ്സ്. ചില ഫ്ലവേഴ്സിൽ
ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിലാണ് കാണുക. അങ്ങനെ പറയുന്ന ഫ്ലവേഴ്സിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരാണ് യൂണിസെക്ഷൽ ഫ്ലവർ. യൂണിസെക്ഷൽ ഫ്ലവർ. സോ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ ഫ്രൂട്ട്സ് ഗിവൺ ബിലോ. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രൂട്ട് ഈസ് ഗ്രോൺ ഫ്രം എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ട് ഇതിലേതാണ്? ആൻസർ ഏതാണ്? കസ്റ്റർഡ് ആപ്പിളാണ്. ഫസ്റ്റ് വൺ എ, കസ്റ്റർഡ് ആപ്പിൾ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ബി ക്വസ്റ്റ്യൻ, 4 statements related to jackfruit are given below. First statement, the flower that undergoes fertilization becomes chakkachavni. Second one, the flower that does not undergo fertilization becomes chakkachavni. Then third one, the flower that does not undergo fertilization becomes chakkachula. And fourth one, the flower that undergoes fertilization becomes chakkachula. Which one of the following is the correct statement? ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയാനാണ്. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 1 and 2 are correct. Second option 2 and 3 are correct. Option 3 1 and 4 are correct. Option 4 2 and 4 are correct. The correct answer is 2 and 4 are correct. ഏതൊക്കെയാണ്? The flower that does not undergo fertilization becomes chakkachavni. And fourth one, the flower that undergoes fertilization becomes chakkachula. So C question, classify the following fruits based on their features. Write the names of the group. അതായത് താഴെ പറയുന്ന ഫ്രൂട്ട്സിനെ അവരുടെ ഫീച്ചേഴ്സ് അനുസരിച്ച് രണ്ടായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് പേര് കൊടുക്കുക. അപ്പോൾ എന്താണ്? 3 പേരുകളാണ് വരിക. സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആൻഡ് ഫാൾസ് ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ടിൽ വരുന്നത് മാംഗോ ആൻഡ് ഗ്രേപ്സ്. അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിൽ വരുന്നത് പൊളിയാൽത്തിയ ഫ്രൂട്ട് ആൻഡ് കസ്റ്റർഡ് ആപ്പിൾ. ദെൻ ഫാൾസ് ഫ്രൂട്ടിൽ വരുന്നത് പിയർ ആൻഡ് ആപ്പിൾ. സോ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത് ഒബ്സർവ് ദ പിക്ചർ ഓഫ് മൊബൈൽ ചാർജിങ്. ഓപ്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എനർജി ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദിസ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ടു കെമിക്കൽ എനർജി. സോ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജി ഈസ് ചേഞ്ച്ഡ് ടു ഹീറ്റ് എനർജി ഇൻ ആൻ ഇലക്ട്രിക്കൽ കുക്കർ. സോ റൈറ്റ് എനി 2 ലൈഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് സിമിലർ എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്ന 2 സിറ്റുവേഷൻസ് കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്ത് പറയാം? അയൺ ബോക്സ് അല്ലെങ്കിൽ ഹീറ്റർ, ഡ്രയർ, ഇതിലൊക്കെ എന്താണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. സോ സി ക്വസ്റ്റ്യൻ നോക്കാം. Write the energy forms in the following activities and complete the illustration. So, firewood burning in an oven. So, firewood ഒരു ഓവനിൽ ബേൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് എനർജി എന്തായി മാറുന്നു? ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ടുണ്ട്. ബി, ഏത് എനർജിയാണ് യൂസ് ചെയ്യാത്ത എനർജി? ലൈറ്റ് ആൻഡ് സൗണ്ട് എനർജി ഈസ് നോട്ട് യൂസ്ഡ്. സോ വർക്കിംഗ് ഓഫ് എ ജനറേറ്റർ, അതായത് ഏത് എനർജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇലക്ട്രിക് എനർജി ഈസ് യൂസ്ഡ്. ഏത് എനർജി യൂസ് ചെയ്തിട്ടില്ല? ഹീറ്റ് എനർജി ഈസ് നോട്ട് യൂസ്ഡ്. സോ ദെൻ ആക്ടിവിറ്റി 5, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് ആൻ ഓണിയൻ സെൽ. അതായത് ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതായത് ഓണിയൻ സെല്ലിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പാർട്സ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സെൽ വാൾ. സെക്കൻഡ് വൺ സെൽ മെമ്പറൈൻ. തേർഡ് വൺ ന്യൂക്ലിയസ്. ആൻഡ് ഫോർത്ത് വൺ സൈറ്റോപ്ലാസം. ഇതൊക്കെയാണ് സെൽ വാൾ, സെൽ മെമ്പറൈൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. ദെൻ ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നുള്ളത് എടുത്ത് എഴുതാനാണ്. സോ ദ പാർട്സ് ഓഫ് ആനിമൽ ബോഡി ആർ മെയ്ഡ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് സെൽസ്. The difference in size of organism is due to the difference in size of cells. Chlorophyll is present only in plant cells. Fourth one, parts of a plants are made up of same kind of cells. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദ പാർട്സ് ഓഫ് ആനിമൽ ബോഡി ആർ മെയ്ഡ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് സെൽസ് എന്നുള്ളതും ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽസ് എന്നുള്ളതുമാണ്. സോ സി ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൻ്റെ അകത്ത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്? സി വരിക. ദ ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ഓർഗാനിസംസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്.
Then parts of a plant are made up of different kinds of cells. So D question, which is the central part that controls the activities of a cell? ഒരു സെല്ലിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂക്ലിയസ് ആണ്. സോ 6th ആക്ടിവിറ്റി, സെലക്ട് നെസസറി മെറ്റീരിയൽസ് ഫ്രം ദോസ് ഗിവൺ ബിലോ ടു ഡു ആൻ ആക്ടിവിറ്റി ടു എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, റൈറ്റ് ദ പ്രൊസീജിയർ. അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ എടുക്കുക. ഇത് താഴെ തന്നിരിക്കുന്നതെന്ന് എടുക്കുക, എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പം നമുക്കതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെറ്റീരിയൽസ് ഐസ്ക്രീം ബോൾ ആൻഡ് വാട്ടറാണ്. ഇതിൻ്റെ പ്രൊസീജിയർ, ടേക്ക് ആൻ ഐസ്ക്രീം ബോൾ ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് വാട്ടർ, കീപ്പ് ഇറ്റ് ഇൻസൈഡ് ദ റെഫ്രിജറേറ്റർ ആൻഡ് അലോ ഇറ്റ് ടു കൂൾ, ദെൻ ഇറ്റ് വിൽ ബിക്കം ഐസ്. ഹിയർ ലിക്വിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ചേഞ്ചസ് ടു സോളിഡ് സ്റ്റേറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏത് രണ്ടെണ്ണം എടുത്തിട്ടായാലും എന്ത് ചെയ്യുക, സുഖമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദെൻ ആക്ടിവിറ്റി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. അതായത് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. വാട്ടറിന് എന്ത് സംഭവിക്കുമ്പോഴാണ് പിന്നെ ഒരു കാര്യം ഉണ്ടാകുന്നത്, അതിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ അത് വീണ്ടും വാട്ടറായി മാറുന്നു. ആ പ്രോസസ്സ് നമുക്ക് നോക്കാം. എന്ത് ചെയ്യുന്നു, വാട്ടറിൽ നിന്ന് ആദ്യം വാട്ടർ എന്താണ് വരിക, ആയിട്ട് വരിക ഐസാണ്. ഐസ് ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോൾ അത് വാട്ടറായിട്ട് മാറുന്നു. വാട്ടർ വീണ്ടും ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് അത് വാട്ടർ വേപ്പറായി മാറുന്നു. ദെൻ വാട്ടർ വേപ്പർ ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വാട്ടറായി മാറിയിട്ട് ആ വാട്ടർ വീണ്ടും ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഐസായി മാറുന്നു. ഓക്കെ, ആ പ്രോസസ്സ് മനസ്സിലായില്ലേ? സോ ആക്ടിവിറ്റി 7, pollination in wheat plant take place through wind. Write 2 peculiarities of wheat flower in which pollination take place through wind. അതായത് വീറ്റ് ഫ്ലവറിൽ പോളിനേഷൻ നടക്കുന്നത് എന്തിലൂടെയാണ്? കാറ്റിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ 2 പെക്യുലാരിറ്റീസ് ഏതാണെന്നാണ് അതിൻ്റെ ആൻസർ. എന്താണ്? ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്, അതായത് കാറ്റിലൂടെ പറന്നിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെയധികം വെയിറ്റ് കുറഞ്ഞ പോളൻ ഗ്രെയിൻസ് ആണ്. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ്, ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നതും അതിനൊരു പെക്യുലാരിറ്റിയാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, ലിസൺ ടു വാട്ട് വെല്ലില പ്ലാന്റ് വാണ്ട് ടു ടെൽ യു. ദ വൈറ്റ് കളേർഡ് പാർട്ട് സീൻ ഇൻ മീ ഈസ് നോട്ട് മൈ ഫ്ലവർ. ഈ വൈറ്റ് പാർട്ടിൽ കാണുന്നത് എൻ്റെ ഫ്ലവർ അല്ല. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് സീൻ ഇൻ വൈറ്റ് കളർ? ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ദ പ്ലാന്റ്? ആ വെള്ള കളറിൽ കാണുന്ന പാർട്ട് ഏതാണ്? അതെങ്ങനെയാണ് ആ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്? വെള്ളപ്പാട്ടിൽ കാണുന്നതിൻ്റെ ലീഫാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അട്രാക്ട് ദ പോളിനേറ്റിംഗ് ഏജൻറ്റ്. പരാഗണം നടത്താനുള്ള ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നെയിം എ പ്ലാന്റ് ഇൻ വിച്ച് മോത്ത് ഹെൽപ്സ് ഇൻ ഈസ് പോളിനേഷൻ. പോളിനേഷന് മോത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ പേര് ഏതാണ്? ദാറ്റ് ഈസ് ജാസ്മിൻ. സോ 8th ആക്ടിവിറ്റി, ഡിഫറൻറ്റ് സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. Rusting of iron, water becomes water vapor, mango ripens, melting of sugar, tearing of paper, melting of wax. So a question, classify the situations based on the nature of change into 2 groups and give it suitable headings. നോക്കാം, ഒന്ന് കെമിക്കൽ ചേഞ്ച് ആണ്, ഒന്ന് ഫിസിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ചിൽ വരുന്നതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ, മാംഗോ റൈപ്പൻസ്, മെൽറ്റിംഗ് ഓഫ് ഷുഗർ. ഫിസിക്കൽ ചേഞ്ചിൽ വരുന്നതാണ് വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ, ടിയറിംഗ് ഓഫ് പേപ്പർ, മെൽറ്റിംഗ് ഓഫ് വാക്സ്. Okay, then B question, write 2 peculiarities of each of changes happening in these 2 groups. അതായത് കെമിക്കൽ ചേഞ്ചിനും ഫിസിക്കൽ ചേഞ്ചിൻ്റെയും 2 പെക്യുലാരിറ്റീസ് ഏതാണെന്നാണ്. എന്താ പെക്യുലാരിറ്റീസ് പറയുക? ഫിസിക്കൽ ചേഞ്ച് ഈസ് ടെമ്പററി ബട്ട് കെമിക്കൽ ചേഞ്ച് ഈസ് പെർമനൻറ്റ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി ആണ്, പക്ഷേ കെമിക്കൽ ചേഞ്ച് എന്താണ്? പെർമനൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ബൈ കെമിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ബട്ട് നോ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ഫിസിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് വഴി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവും, പക്ഷേ ഫിസിക്കൽ ചേഞ്ച് വഴി സബ്സ്റ്റൻസിന് പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം. താങ്ക്